Hello students, next we can look the Neolithic period. Neolithic period എന്ന് പറഞ്ഞാൽ എന്താണ്? Neolithic age refers to the new stone age. Neo means new. അപ്പോൾ Neolithic age എന്ന് വെച്ചാൽ new stone age ആണ്. This period marked the beginning of cultivation of plants and domestication of animals. It led to beginning of settled life and the growth of village settlements. ഈ ഒരു Neolithic പീരീഡിൽ പ്ലാന്റ്സിൻ്റെ കൾട്ടിവേഷനൊക്കെ തുടങ്ങി, അനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു, സെറ്റിൽഡ് ലൈഫിൻ്റെ ബിഗിനിങ് ആയിരുന്നു. അതുപോലെ തന്നെ വില്ലേജ് സെറ്റിൽമെൻറ്റ്സ് ഒക്കെ തുടങ്ങി. അപ്പോൾ നിയോലിത്തിക് കൾച്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറയുന്നത്. ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്, ഗ്രൈൻഡിങ് ആൻഡ് പോളിഷിംഗ് ഓഫ് സ്റ്റോൺ ടൂൾസ് ഹാവിങ് ഷാർപ്പർ എഡ്ജസ് ആൻഡ് യൂസ് ഓഫ് പോട്ടറി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക, ക്വസ്റ്റ്യനൊക്കെ വരുന്നതാണ്. നിയോലിത്തിക് പീരീഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണിത്. എന്താണ് നിയോലിത്തിക് റെവല്യൂഷൻ? നിയോലിത്തിക് റെവല്യൂഷൻ്റെ മീനിങ് എന്താണ്? അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ നിയോലിത്തിക് പീരീഡിനെ നിയോലിത്തിക് റെവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണം എന്താണ്? മാൻ സോഷ്യോ എക്കണോമിക് ലൈഫിന് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് വന്നൊരു ടൈമായിരുന്നു അത്. അതുകൊണ്ടാണ് നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് പറഞ്ഞിരുന്നത്. എന്തൊക്കെയായിരുന്നു ആ ചേഞ്ചസ്? യൂസ് ഓഫ് ഷാർപ്പ് ആൻഡ് പോളിഷ്ഡ് നിയോലിത്തിക് ടൂൾസ് ദാറ്റ് മെയ്ഡ് ഈസിയർ ടു കൾട്ടിവേറ്റ് ദ സോയിൽ. It was accompanied by the practice of domestication of animals. This in turn made emergence of settled agriculture communities, and the Neolithic people also produced pottery for the purpose of storing grains. ഇതൊക്കെ ഒരു മേജർ ചേഞ്ചസ് ആയിരുന്നു. As the redevelopment in the Neolithic phase greatly affected the human life, some scholars have used the term the Neolithic revolution to signify those changes. ഇപ്പോൾ മനുഷ്യൻ്റെ ജീവിത രീതിയിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നപ്പോൾ ചില സ്കോളേഴ്സ് ആ ചേഞ്ചസിനെയൊക്കെ സിഗ്നിഫൈ ചെയ്യാൻ വേണ്ടി നിയോലിത്തിക് റെവല്യൂഷൻ എന്ന ടേം യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് നിയോലിത്തിക് റെവല്യൂഷൻ. ഇനി അടുത്ത് നമുക്ക് ടൂൾസ് ഓഫ് ദ നിയോലിത്തിക് പീരീഡ് നോക്കാം. അപ്പോൾ നിയോലിത്തിക് പീരീഡിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെയായിരുന്നു? ദ നിയോലിത്തിക് ടൂൾ കൺസിസ്റ്റ് ഓഫ് ഗ്രൗണ്ട് ടൂൾസ് ഹാവിങ് സ്മൂത്ത് സർഫേസ് ആൻഡ് വെൽ റൗണ്ടഡ് ആൻഡ് സിമെട്രിക് ഷേപ്സ്. The grinding made the tool sharper, polished and more effective than those in the earlier period. അപ്പോൾ earlier period യൂസ് ചെയ്തതിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ടൂൾസ് ആയിരുന്നു. The ground stone tools of the Neolithic period include different types of axes called skelt. Besides the stone tools of this side of this period has also yielded various types of bone objects such as needles, scrapers, borers, arrowheads, പെൻഡൻസ്, ബാംഗിൾസ് ആൻഡ് ഇയറിങ്സ്. ഇപ്പോൾ ഈ പെൻഡൻസ്, ബാംഗിൾസ്, ഇയറിങ്സ്, ആരോ ഹെഡ്സ്, ബോറേഴ്സ്, സ്ക്രാപ്പേഴ്സ് ഇങ്ങനെയുള്ള ടൂൾസുകളും കണ്ടുവന്നിരുന്നത് ഏത് പീരീഡിലാണ്? നിയോലിത്തിക് പീരീഡിലാണ്. അപ്പോൾ ടൂൾസിനും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പീരീഡാണ് നിയോലിത്തിക് പീരീഡ്. അതുകൊണ്ട് തന്നെ ഈ പീരീഡിനെ കുറിച്ച് നല്ലപോലെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ ടൂളുകൾ, നിയോലിത്തിക് ഏജിലുള്ള ടൂളുകളാണ്. അതൊക്കെ ഓർത്ത് വയ്ക്കുക. Next we can look the geographical distribution of the Neolithic sites. The Neolithic sites were spread over almost all regions of Indian subcontinent. ഇപ്പോൾ ഏതൊക്കെയാണ് സൈറ്റുകൾ? In the northwestern region, Mehrgarh is a classic site in the Kachi plains of Baluchistan. The excavations at Mehrgarh have revealed the evidence of houses built by Neolithic people. അപ്പോൾ ഈ ഹൗസസൊക്കെ സൺ ഡ്രൈഡ് ബ്രിക്സ് വെച്ചായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ദീസ് ഹൗസസ് വെയർ ഡിവൈഡഡ് ഇൻ ടു സ്മോൾ റൂംസ്. ദ എവിഡൻസ് ഓഫ് കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് ലൈക്ക് വീറ്റ്, ബാർലി ആൻഡ് കോട്ടൺ വെയർ ഓൾസോ ഡിസ്കവേർഡ് ഫ്രം ഹിയർ. ദ ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് ഇൻ കാശ്മീർ വാലി ഇൻക്ലൂഡ്. ഇപ്പോൾ കാശ്മീർ വാലിയിലുള്ള ഇമ്പോർട്ടൻറ്റ് സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് വാസ് ബുർസഹോം ആൻഡ് ഗുഫ്ക്രാൽ. The dwelling pits, either circular or rectangular, at these sites form an important feature of Neolithic culture. The Belan Valley along the edge of Vindhyan Plateau over Allahabad in Uttar Pradesh also has many Neolithic sites such as Koldihwa and Mahagara. നിയോലിത്തിക് ടൂൾസ് നമ്മൾ പറഞ്ഞിരുന്നു. സ്റ്റോൺ ടൂൾസും ഉണ്ട്, അതുപോലെ ബോൺ ടൂൾസും ഉണ്ട്. ഇപ്പോൾ നിയോലിത്തിക് ടൂൾസ്, പോട്ടറി, അതുപോലെ തന്നെ മറ്റ് ഫ്ലോറൽ ആൻഡ് ഫോണൽ റിമൈൻസ് ഇതൊക്കെ ഈ സൈറ്റിൽ നിന്നും കണ്ടെത്തി. ഇൻ മീഹാർ ആൻഡ് മിഡ് ഗാംഗറ്റിക് വാലി റീജിയൻ, ചിറാൻറ്റ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ നിയോലിത്തിക് സൈറ്റ്. അപ്പോൾ ഈ സൈറ്റുകളെല്ലാം ഓർത്ത് വെക്കണം.
Several Neolithic sites are present covering the hills of Assam, Meghalaya and Nagaland. The tools like Neolithic cells, small ground axes along the remains of pottery has also found from this area. In South India, the Neolithic settlements were discovered along the rivers Bhima, Krishna, Tungabhadra and Kaveri. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ നിയോളിത്തിക് സെറ്റിൽമെൻറ്റ്സ് ഡിസ്കവർ ചെയ്തത് റിവേഴ്സ് ആയിട്ടുള്ള ഭീമ, കൃഷ്ണ, തുംഗഭദ്ര ആൻഡ് കാവേരി ഇതിൻ്റെ തീരങ്ങളിലൊക്കെ ആയിരുന്നു. സം ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് ആർ സംഗനഹല്ലു, ബ്രഹ്മഗിരി, മാസ്കി, പിക്ലിഹാൽ, ഹല്ലൂർ ഇൻ കർണാടക, ഉത്നൂർ, നാഗാർജുനകൊണ്ട, ബുദിഹാൽ ഇൻ ആന്ധ്രാപ്രദേശ് ആൻഡ് പയ്യമ്പാലി ഇൻ തമിഴ്നാട്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് സൈറ്റുകളാണ്. These sites have yielded dwelling pits along with evidence of cultivation of cereals and domestication of animals. അപ്പോൾ ഈ സൈറ്റുകളിലൊക്കെ കൾട്ടിവേഷൻ ഓഫ് സീരിയൽസും ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നിയോളിത്തിക് പീരീഡിലൊക്കെ സൗത്ത് ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൾട്ടിവേറ്റ് ചെയ്തിരുന്ന ക്രോപ്പായിരുന്നു മില്ലറ്റ് അല്ലെങ്കിൽ റാഗി. അപ്പോൾ ഇതാണ് നമ്മുടെ ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നിയോളിത്തിക് സൈറ്റുമായി ബേസ് ചെയ്ത്. ഇപ്പോൾ നിയോളിത്തിക് സൈറ്റ്സിൻ്റെ ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റ് നമ്മൾ പീരീഡൊക്കെ പറഞ്ഞപ്പോൾ മീസോലിത്തിക്കും പാലോലിത്തിക്കും ഒക്കെ പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു മാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിലെ ഏരിയാസൊക്കെ നോക്കി വയ്ക്കുക. മാപ്പ് നോക്കി തന്നെ ഈ ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുക. നെക്സ്റ്റ് വി ക്യാൻ ലുക്ക് ദ സബ്സിസ്റ്റൻസ് പാറ്റേൺ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കൾട്ടിവേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ഒക്കെ തുടങ്ങി, സെറ്റിൽമെൻറ്റ്സ് ഒക്കെ നടന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The advent of agriculture marked a significant change in Neolithic phase. The people cultivated various kinds of crops such as wheat, barley, rice, millet, lentils, etc. depending on the geographical conditions. അപ്പോൾ നമ്മൾ പറഞ്ഞ സൗത്ത് ഇന്ത്യയിലൊക്കെ മില്ലറ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. അഗ്രികൾച്ചർ ഗേവ് ഇംപെറ്റേഴ്സ് ടു ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ. അഗ്രികൾച്ചർ വന്നതോടെ അനിമൽ ഡൊമസ്റ്റിക്കേഷനും കൂടി. ഹണ്ടിങ് സ്റ്റിൽ റിമെയിൻഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ഒക്കുപ്പേഷൻ. ദ പീപ്പിൾ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് വിച്ച് ഇൻക്ലൂഡ് ഏതൊക്കെ അനിമൽസ് ആയിരുന്നു? ഷീപ്പ്, ഗോട്ട്, കാറ്റിൽ എക്സെട്ര ആൻഡ് ഓൾസോ ഹണ്ടഡ് വൈൽഡ് അനിമൽസ് സച്ച് ആസ് ബോർ, നിൽഗായ്, ഗസൽസ് എക്സെട്ര. അനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു, അതുപോലെ തന്നെ വൈൽഡ് അനിമൽസിനെ ഹണ്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോൺ ടൂൾസ് വെയർ മെയ്ഡ് ബൈ നിയോലിത്തിക് പീപ്പിൾ. അത് നമ്മൾ നേരത്തെ നോക്കിയതാണ്. സ്റ്റോൺ ടൂൾസും പിന്നെ ബോൺ ടൂൾസും ഒക്കെ ഉണ്ടായിരുന്നു. The Neolithic people also manufactured pottery, which was initially handmade and later turned on wheel and fired in large kilns. These were the major means of storage for grains. അപ്പോൾ അവർ പോട്ടറി ഒക്കെ ചെയ്തിരുന്നു, എന്നിട്ട് അതിൽ അവർ ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്തിരുന്നു. In nutshell, we can say that the Neolithic cultures were characterized by change from hunting and gathering to cultivation of plant and domestication of animals. അതെ, ഉറപ്പായും നമുക്ക് പറയാൻ പറ്റും നിയോലിത്തിക് കൾച്ചേഴ്സ് ഹണ്ടിങ് ഗാദറിൽ നിന്നും ഒരു ചേഞ്ച് തന്നെയാണ്. കാരണം അത് കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സിലേക്കും ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസിലേക്കും ആളുകൾ മാറിയിരുന്നു. ന്യൂ പോളിഷ്ഡ് ടൂൾസ് മെയ്ഡ് ഇറ്റ് ഈസിയർ ഫോർ ഹ്യൂമൻസ് ടു കൾട്ടിവേറ്റ്, ഹണ്ട് ആൻഡ് പെർഫോം അതർ ആക്ടിവിറ്റീസ് ഇൻ എ ബെറ്റർ മാനർ. ഇറ്റ് ലെഡ് ടു ഗ്രേറ്റർ അവൈലബിലിറ്റി ഓഫ് ഫുഡ് റിസോഴ്സസ് ആസ് വെൽ ആസ് ടു ആൻ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ വിച്ച് ഇൻ ടേൺ റിസൾട്ടഡ് ഇൻ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് വില്ലേജ് സെറ്റിൽമെൻറ്റ്സ്. ഇപ്പോൾ ഫുഡ് പ്രൊഡക്ഷനൊക്കെ കൂടിയതോടെ സെറ്റിൽമെൻറ്റ്സ് ഒക്കെ കൂടി. ദ നിയോലിത്തിക് കൾച്ചേഴ്സ് ക്രിയേറ്റഡ് ദ കണ്ടീഷൻ വിച്ച് ഹെൽപ്പ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ടൗൺസ് ഇൻ ലേറ്റർ പീരീഡ്. അപ്പോൾ നിയോലിത്തിക് കൾച്ചറാണ് ലേറ്റർ പീരീഡിൽ ടൗൺസ് ഒക്കെ വരാനുള്ള കാരണമായി മാറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പീരീഡിനെയും പഠിച്ചു വന്നു. ലാസ്റ്റ് ഇതായിരുന്നു നിയോലിത്തിക് പീരീഡ്. അപ്പോൾ ഓരോന്നിൻ്റെ ഡിഫറൻസ്, ടൂൾസിൻ്റെ ഡിഫറൻസും ആളുകൾ ജീവിച്ചിരുന്ന ഇതും അഗ്രികൾച്ചർ പാറ്റേണും അങ്ങനെ എല്ലാം ഡിഫറൻസ് നമുക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ അത് ഡിഫറൻസ് മനസ്സിലാക്കി വേണം ഓരോ സ്റ്റേജസും പഠിക്കാൻ.